നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉദുമ ഗ്രാമപഞ്ചായത്തിന് ഇനി പുതിയ പ്രസിഡന്റ്. തിങ്കളാഴ്ച നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ചന്ദ്രൻ നാലാം വാതുക്കലാണ് പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ചന്ദ്രൻ നാലാം വാതുക്കലിന് 12 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി LDF-ലെ PV രാജേന്ദ്രന് 11 വോട്ടുകളും ലഭിച്ചു. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്നു. കനത്ത മഴയെ തുടർന്ന് മിക്ക പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. നീലേശ്വരം പുഴയും തേജസ്വിനി പുഴയും കരകവിഞ്ഞ് നീലേശ്വരം നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് LDF കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടന്ന പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രി അടക്കമുള്ള ആരോഗ്യരംഗത്തുള്ള മുഴുവൻ ഒഴിവുകളും അടിയന്തരമായി നികത്തണമെന്നും പ്രളയബാധിത പ്രദേശങ്ങളിലും ദുരന്ത മേഖലകളിലും പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും RSP കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ലോക്കൽ കമ്മിറ്റി രൂപീകരണ യോഗം ആവശ്യപ്പെട്ടു. മണ്ഡലത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് താൻ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA. കാഞ്ഞങ്ങാട് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിയാർ ബസാറിലെ ദേശീയപാതയിലെ പഴയ അടിപ്പാതയുടെ വീതി കൂട്ടി പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ അടിപ്പാത നിർമ്മിക്കണമെന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനം കേരള വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് S ദിനേശ് ഉദ്ഘാടനം ചെയ്തു. ഉത്തര മലബാർ തീയ ക്ഷേത്ര സംരക്ഷണ സമിതി കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചാര്യ സംഗമം നടന്നു. പുലിക്കുന്ന് ശ്രീ ഭഗവതി ഭവനിൽ സംഘടിപ്പിച്ച ആചാര്യ സംഗമം അടുക്ക ഭഗവതി ക്ഷേത്രം കാരണവർ കൃഷ്ണൻ കാരണവർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. ഉദുമ ഗ്രാമപഞ്ചായത്തിന് ഇനി പുതിയ പ്രസിഡന്റ്. തിങ്കളാഴ്ച നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ചന്ദ്രൻ നാലാം വാതുക്കലാണ് പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ചന്ദ്രൻ നാലാം വാതുക്കലിന് 12 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി LDF-ലെ PV രാജേന്ദ്രന് 11 വോട്ടുകളും ലഭിച്ചു. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ചന്ദ്രൻ നാലാം വാതുക്കൽ വിജയിച്ചു. LDF സ്ഥാനാർത്ഥി PV രാജേന്ദ്രനെ 11-നെതിരെ 12 വോട്ടുകൾക്കാണ് ചന്ദ്രൻ നാലാം വാതുക്കൽ പരാജയപ്പെടുത്തിയത്. ആകെ 23 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ UDF-ന് 12 അംഗങ്ങളും LDF-ന് 11 അംഗങ്ങളുമാണുള്ളത്. ഈ കേവല ഭൂരിപക്ഷത്തിന്റെ കരുത്തിലാണ് UDF പ്രസിഡന്റ് സ്ഥാനം തിരിച്ചുപിടിച്ചത്. നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഞാൻ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കഴിഞ്ഞ തവണ നറുക്കെടുപ്പിലൂടെ നഷ്ടപ്പെട്ട ഭരണം ഇത്തവണ തിരിച്ചുപിടിക്കുവാനായത് കോൺഗ്രസിന് അഭിമാന നേട്ടമായി മാറി. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിരുന്നുവെങ്കിലും സ്ഥാനാർത്ഥി ചന്ദ്രന്റെ വോട്ട് സാങ്കേതിക കാരണത്താൽ അസാധുവായതിനെ തുടർന്ന് മത്സരം സമനിലയിലാവുകയായിരുന്നു. നറുക്കെടുപ്പിലൂടെ അന്ന് LDF സ്ഥാനാർത്ഥിയായ PV രാജേന്ദ്രൻ പ്രസിഡന്റ് ആവുകയും ചെയ്തു. 6 മാസം പൂർത്തിയായതിന് പിന്നാലെ UDF അവിശ്വാസം കൊണ്ടുവരികയും ചെയ്തു. അവിശ്വാസ പ്രമേയം പാസായതിനെ തുടർന്ന് LDF പ്രതിനിധിയായിരുന്ന മുൻ പ്രസിഡന്റ് PV രാജേന്ദ്രൻ സ്ഥാനമൊഴിഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് തിങ്കളാഴ്ച പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പഞ്ചായത്ത് ഓഫീസിൽ പ്രത്യേക യോഗം ചേർന്നത്.
യോഗത്തിൽ ചന്ദ്രൻ നാലാം വാതുക്കൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. UDF പ്രവർത്തകർ ഉദുമ ടൗണിൽ മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും വിജയാഹ്ലാദം നടത്തി. പുതിയ പ്രസിഡന്റിനെ ആനയിച്ച് ആഹ്ലാദ പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്നു. കനത്ത മഴയെ തുടർന്ന് മിക്ക പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. നീലേശ്വരം പുഴയും തേജസ്വിനി പുഴയും കരകവിഞ്ഞ് നീലേശ്വരം നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. കനത്ത മഴയെ തുടർന്ന് നീലേശ്വരം പുഴയും തേജസ്വിനി പുഴയും കരകവിഞ്ഞു. നീലേശ്വരം നഗരസഭയിലെ ചാത്തമത്ത്, പൊടോത്തുരുത്തി, ചെമ്മാക്കര, മുണ്ടേമാട്, കരുവാച്ചേരി, തോട്ടുംപുറം എന്നീ പ്രദേശങ്ങളിൽ വെള്ളം കയറി. കിനാനൂർ, കരിന്തളം പഞ്ചായത്തിലെ അണ്ടോൾ, വേളൂർ, പാറക്കോൽ, കീഴ്മാല, കിനാനൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടായി. താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകൾ വെള്ളത്തിനടിയിലായതിനാൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഫയർ ആൻഡ് റെസ്ക്യൂ, റവന്യൂ, തദ്ദേശ സ്ഥാപന അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി ആൾക്കാരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി. വെള്ളരിക്കുണ്ട്, കുന്നുംകൈ, ആറിലക്കണ്ടത്ത് പുഴയുടെ കരയിടിച്ചിൽ മൂലം 3 വീടുകൾ അപകട ഭീഷണിയിലായി. വടയഞ്ചാൽ ചെറുപുഴ മരാമത്ത് റോഡ്, വെള്ളരിക്കുണ്ട് മാലം കൊന്നക്കാട് മരാമത്ത് റോഡ്, ഭീമനടി, നർക്കിലക്കാട്, ചിറ്റാരിക്കാൽ മരാമത്ത് റോഡുകളിൽ വെള്ളക്കെട്ട് മൂലം ഗതാഗത തടസ്സമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് LDF കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടന്ന പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് LDF കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി കാഞ്ഞങ്ങാട് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു. തുടർന്ന് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടന്ന പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തനതു വരുമാനവും വർദ്ധിച്ചതുകൊണ്ടാണ്, അഥവാ പുതിയ നികുതിയൊന്നും ഏർപ്പെടുത്താതെ ഇടതുപക്ഷത്തിന്റെ 5 വർഷത്തെ ഭരണത്തിലൂടെ സംസ്ഥാനത്ത് ആഭ്യന്തരമായി വരുമാനം വർദ്ധിച്ചതുകൊണ്ടാണ് വികസനത്തിനോ ക്ഷേമത്തിനോ ഒരു മുടക്കവും വരാതിരുന്നത്. അതിന്റെ തുടർച്ചയായി ഈ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 3 മാസത്തെ വരുമാനവും വർദ്ധിച്ചു. തനത് വരുമാനത്തിന്റെ വരുമാനം വർധനവ് വേറെയുണ്ട്. എന്നിട്ടും എന്തേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതിരുന്നത്? എന്നിട്ടും എന്തേ LDF സർക്കാരിന്റെ കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച തുക വെട്ടിക്കുറച്ചത്? ഈ ചോദ്യത്തിന് മുഖ്യൻ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന ശ്രീ VD സതീശൻ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾക്ക് ബോധ്യമാവില്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പറയണം. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരാൻ എന്തുകൊണ്ട് UDF സർക്കാരിന് കഴിയുന്നില്ല എന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ ഉണ്ടായ കൃത്യമായ കാരണം പൊതുജനങ്ങൾക്ക് മുൻപിൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു. K. അമ്പാടി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ, വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, മുൻ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി K. രാജ്മോഹൻ, വിവിധ കക്ഷി നേതാക്കളായ PK നിഷാന്ത്, PP രാജു, KC പീറ്റർ, KK വത്സലൻ, CK നാസർ എന്നിവർ സംസാരിച്ചു. KV രാഘവൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ ആശുപത്രി അടക്കമുള്ള ആരോഗ്യ രംഗത്തുള്ള മുഴുവൻ ഒഴിവുകളും അടിയന്തരമായി നികത്തണമെന്നും പ്രളയബാധിത പ്രദേശങ്ങളിലും ദുരന്ത മേഖലകളിലും പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും RSP കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ലോക്കൽ കമ്മിറ്റി രൂപീകരണ യോഗം ആവശ്യപ്പെട്ടു.
ജില്ലാ ആശുപത്രി അടക്കമുള്ള ആരോഗ്യരംഗത്തുള്ള മുഴുവൻ ഒഴിവുകളും അടിയന്തരമായി നികത്തണമെന്നും പ്രളയബാധിത പ്രദേശങ്ങളിലും ദുരന്ത മേഖലകളിലും പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും RSP കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ലോക്കൽ കമ്മിറ്റി രൂപീകരണ യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര കമ്മിറ്റി ജില്ലാ സെക്രട്ടറി ഹരീഷ് B. നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും വർത്തമാനകാലത്തിൽ RSP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ വിഭിന്നമായിട്ടുള്ള അല്ലെങ്കിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ബദൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടക പാർട്ടിയായിട്ടുള്ള RSPക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന കാലഘട്ടത്തിലാണ് ഈ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലങ്ങൾക്കിപ്പുറം RSPക്ക് കയ്യൂർ ചീമേനി എന്ന് പറയുന്ന CPM-ന്റെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ CPM-ന്റെ ഗ്രാമം എന്നറിയപ്പെടുന്ന ഭാഗത്ത് പോലും വലിയ പിന്തുണയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നീലേശ്വരത്തിന്റെ അതുപോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഒട്ടേറെ നേതാക്കളും സഖാക്കളും സാധാരണക്കാരായ ആൾക്കാരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് CPM-ന്റെ നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ 10 വർഷക്കാലം കൊണ്ട് ഇടതുപക്ഷത്തിന്റെ മൂല്യച്യുതി എത്ര കണ്ട് താഴാൻ പറ്റുമോ അതിന്റെ എല്ലാ ജീർണതയിലേക്കും ആ ഗവൺമെന്റ് നയിച്ച പാർട്ടിയും അകപ്പെട്ടതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അല്ലെങ്കിൽ അതിന്റെ നേർഫലമാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നിയോജക മണ്ഡലം സെക്രട്ടറി കൂക്കൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ B. ബാലകൃഷ്ണൻ നമ്പ്യാർ, രാമചന്ദ്രൻ നായർ, സോമൻ, റിജോ ചെറുവത്തൂർ, ഗോപി കുതിരക്കാൽ, റഫീഖ് കരിന്തളം, ജഗദീഷ് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറിയായി ജഗദീഷ് പ്രസാദിനെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ബസാറിലെ ദേശീയപാതയിലെ പഴയ അടിപ്പാതയുടെ വീതി കൂട്ടി പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ അടിപ്പാത നിർമ്മിക്കണമെന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനം കേരള വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. ദിനേശ് ഉദ്ഘാടനം ചെയ്തു. പെരിയ ബസാറിലെ ദേശീയപാതയിലെ പഴയ അടിപ്പാതയുടെ വീതി കൂട്ടി പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ അടിപ്പാത നിർമ്മിക്കണമെന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. സർവീസ് റോഡിന്റെ വീതി കുറവായതിനാൽ പ്രധാന റോഡിലേക്ക് സുരക്ഷിതമായി പ്രവേശിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നും ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന പുതിയ അടിപ്പാത നിർമ്മിക്കണമെന്നുമാണ് സമിതിയുടെ ആവശ്യം. കൂടാതെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായി പൂർത്തിയാക്കാതെ ചാലിങ്കാൽ ടോൾ ബൂത്ത് തുറക്കരുതെന്നും പ്ലാസ്റ്റിക്കിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാരുടെ അന്യായ കടപരിശോധന തടയണമെന്നും ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് പൂർണ്ണമായ നഷ്ടപരിഹാരം നൽകണമെന്നും സമ്മേളനം മറ്റ് പ്രമേയങ്ങളിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് മുറിയനാവി പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. പെരിയ സുരഭി ഓഡിറ്റോറിയത്തിലെ TV അശോകൻ, K. ഗോപാലൻ നായർ നഗറിൽ നടന്ന സമ്മേളനം കേരള വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. ദിനേശ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഓരോ ഘട്ടത്തിലും പ്രക്ഷോഭങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള നിലപാടാണ് UPA ഗവൺമെന്റും അതിന് തുടർന്ന് NDA ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇത് ഓൺലൈൻ വ്യാപാരം സാമ്പത്തികമായി കഴിഞ്ഞു. മാത്രമല്ല ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്ന വിവിധങ്ങളായ നിയമങ്ങളില്ലാതെ കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൊട്ടിഘോഷിക്കപ്പെട്ട് നടപ്പാക്കിയ ഒന്നാണ് GST. GST വരുമ്പോ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഒരു രാജ്യം ഒരു നികുതി ഒരു കമ്പമാണ്. ആളുകൾക്ക് വലിയ ആവശ്യമില്ല. നിയമത്തിന്റെ നികുതിയുടെ നൂലാമാലകളൊക്കെ ഒഴിവാക്കാൻ പോകുന്നു. നമ്മുടെ രാജ്യത്തെ വ്യാപാരം തഴച്ചു വളരും. എല്ലാ നികുതിയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് അന്ന് അത് നടപ്പാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം വന്നത്. അത് നടപ്പാക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള വലിയ നികുതി പരിഷ്കരണമാണ്.
കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് മുറിയനാവി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KV ദിനേശൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് PK ഗോപാലൻ സംഘടനാ റിപ്പോർട്ടും KV സുകുമാരൻ അനുശോചന പ്രമേയവും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി T സത്യൻ, വ്യാപാരി മിത്ര ജില്ലാ കൺവീനർ T ശശിധരൻ കൈരളി, വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി ലിജു അബൂബക്കർ, ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ A ശബരീശൻ, M മാധവൻ, രാജൻ മണിയറ, C അനിത, VK ഗോപാലൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഷാജീവൻ ആയമ്പാറ സ്വാഗതവും K അനീഷ് ദീപം നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി KV ദിനേശനെ സെക്രട്ടറിയായും മുഹമ്മദ് മുറിയനാവിയെ പ്രസിഡന്റായും KV സുകുമാരനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shoppika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വാർത്തകൾ തുടരുന്നു. ഉത്തര മലബാർ തീയക്ഷേത്ര സംരക്ഷണ സമിതി കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചാര്യ സംഗമം നടന്നു. പുലിക്കുന്ന് ശ്രീ ഭഗവതി ഭവനിൽ സംഘടിപ്പിച്ച ആചാര്യ സംഗമം അടുക്ക ഭഗവതി ക്ഷേത്രം കാരണവർ കൃഷ്ണൻ കാരണവർ ഉദ്ഘാടനം ചെയ്തു. ഉത്തര മലബാർ തീയ ക്ഷേത്ര സംരക്ഷണ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുലിക്കുന്ന് ശ്രീ ഭഗവതി സഭാഭവനിൽ ആചാര സംഗമം നടത്തി. അടുക്ക ക്ഷേത്ര കാരണവർ, തളങ്കര ക്ഷേത്ര കാരണവർ, പുലിക്കുന്ന് ക്ഷേത്ര കാരണവർ, മോരാ ക്ഷേത്ര കാരണവർ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. അടുക്ക ഭഗവതി ക്ഷേത്രം കാരണവർ കൃഷ്ണൻ കാരണവർ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ അതല്ല, ഇപ്പോൾ എല്ലാ ക്ഷേത്രത്തിൻ്റെതും അനുഭവം അറിയണം. ഓരോരോ ക്ഷേത്രത്തിൽ ഏതേത് ക്രമത്തിൽ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളെ ഈ കൂട്ടായ്മ കൂടിയത്, മീറ്റിംഗ് കൂടിയത്. അങ്ങനെ അതുകൊണ്ട് അതറിയണം. ഇവിടെ പേര് പറഞ്ഞ് അതേസമയത്ത് വേദിയിലുള്ള എല്ലാവരും അറിവുള്ള ആൾ തന്നെ, അതേസമയത്ത് എതിരുള്ള അച്ഛന്മാർക്ക് അറിവില്ല എന്നല്ല, എല്ലാവരും അറിവുള്ള ആൾ തന്നെ
പിന്നെ സാധാരണ ഉള്ളത് ഇപ്പോൾ കമ്മ്യൂണിറ്റിക്കാർക്കും അങ്ങനെ അറിവെല്ലാം അറിയാം. എൻ്റെ ഉള്ളിലുള്ളത് ഇങ്ങനത്തെ ഇന്നത് വേണം എന്ന് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അറിയാം. ഞാൻ അതുകൊണ്ട് പിന്നെ അധികമായിട്ടൊന്നും പറയാനില്ല. ചില കുറേ ആളെല്ലാം പറയാം, എല്ലാ ക്ഷേത്രത്തിൻ്റെ അച്ഛന്മാർക്കും പറയാം. പറഞ്ഞിട്ട് ഓരോരോ ക്ഷേത്രത്തിൻ്റെ നടവെന്ത് ആ നടവിനെ വിടം കയറാം. ഓരോരോ ക്ഷേത്രത്തിൽ എന്ത് നടക്കുന്നോ അത് പിന്നെ ഒരു ക്ഷേത്രത്തിൽ ഒരു അച്ഛൻ കുറവുണ്ടെങ്കിൽ പിന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ അച്ഛനെ വിളിക്കുന്നുണ്ട്. ആ അച്ഛൻ്റെ ഈട്ട ക്ഷേത്രത്തിൻ്റെ ഇത് നടവെന്തെന്ന് ആ വന്ന അച്ഛനിൽ കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം. പഴയ അച്ഛനായിട്ട് പുതിയ അച്ഛനായിട്ട് ആര് വന്നിട്ടുണ്ടെങ്കിൽ ഈട്ട് നടവെന്ത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്രത്തിൻ്റെ നടുവിന് അങ്ങനെ നടക്കണം. മേഖലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ജ്യോതിഷനും ആധ്യാത്മിക പ്രഭാഷകനുമായ മധുസൂദന പണിക്കർ മുഖ്യ പ്രഭാഷണം നടത്തി. നിങ്ങളുടെ നിഷ്ഠയും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആരാധനയും നിങ്ങളുടെ കർമ്മശുദ്ധിയുമാണ് എന്നെ പോലെയുള്ള എൻ്റെ ഈ സമൂഹത്തെ മുഴുവൻ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പിഴച്ചാൽ നിങ്ങൾക്ക് മാത്രമല്ല ഈ നാടിന് മുഴുവൻ പിഴക്കും. പക്ഷേ പല ക്ഷേത്രേശന്മാരും ഈ ആഴത്തിലുള്ളതായ ഒരു കാര്യം അവർ ഗ്രഹിക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ അച്ഛനല്ല, നിങ്ങളുടെ മക്കളുടെ അച്ഛനല്ല, ലോകത്തിൻ്റെ അച്ഛനായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന ഒരു ധാരണ ആദ്യം ക്ഷേത്രേശന്മാർക്ക് വേണം. അപ്പം ഈ ആചാരം കൊണ്ടെന്താണ് പ്രയോജനം, അനുഷ്ഠാനം കൊണ്ടെന്താണ് പ്രയോജനം? ശാസ്ത്രവിധി വിഹിതമായ കർമ്മത്തെ അനുഷ്ഠാനം എന്ന് പറയുമ്പോൾ ഈ അനുഷ്ഠാനം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ, അനുഷ്ഠാനം കൊണ്ട് മാത്രമേ ക്ഷേത്രേശന്മാർക്ക് ക്ഷേത്രേശൻ എന്ന് പറയുന്ന ആ വലിയ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി പറ്റൂ. കാരണം ആത്മതേജസ്സിനെ വർദ്ധിപ്പിക്കാനാണ് അനുഷ്ഠാനം. ആത്മതേജസ്സിനെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ അച്ഛന്മാരുടെയും മുഖത്തൊരു തേജസ് ഉണ്ട്, ദൈവീകമായ തേജസ് ഉണ്ട്. ചില അച്ഛന്മാരിൽ ഈ തേജസ് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് കാണാൻ പറ്റാത്തത് അവരുടെ കുഴപ്പമല്ല, അവരുടെ അനുഷ്ഠാനത്തിൻ്റെ പോരായ്മയാണ് ഈ ക്ഷേത്രേശന്മാരിൽ ആത്മതേജസ് പുറത്തേക്ക് കാണാൻ കഴിയാത്തത്. അപ്പോൾ ആത്മതേജസ്സിനെ വർദ്ധിപ്പിക്കാനാണ് അനുഷ്ഠാനം. ഉദയൻ കൊല്ലമ്പാടി വിഷയാവതരണം നടത്തി. ഉത്തര മലബാർ തീയക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി നാരായണൻ ചൂരിക്കോട്, കാസർഗോഡ് മേഖലാ ട്രഷറർ രാജേഷ് ഭട്ടമ്പാറ, രാവണീശ്വരം വിഷ്ണുമൂർത്തി വയനാട്ടുകുലവൻ വെളിച്ചപ്പാട പരിപാലന സംഘം രക്ഷാധികാരി നാരായണൻ വെളിച്ചപ്പാടൻ, അടുക്ക ഭഗവതി ക്ഷേത്രത്തിലെ ദയാനന്ദ വെളിച്ചപ്പാടൻ എന്നിവർ സംസാരിച്ചു. ഉത്തര മലബാർ തീയ ക്ഷേത്ര സംരക്ഷണ സമിതി കാസർഗോഡ് മേഖലാ സെക്രട്ടറി മോഹനൻ സ്വാഗതവും കാസർഗോഡ് ശ്രീ ഭഗവതി സേവാസംഘം പ്രസിഡന്റ് സതീഷ് എൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിക്ക് ഉടമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രമാണ് ആതിഥേയത്വം വഹിച്ചത്. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നടക്കുന്ന ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു നിർവഹിച്ചു. സന്ദേശം മാത്രമല്ല, മറിച്ച് അതൊരു നല്ലൊരു ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള ഒരു പ്രധാന ഒരു കർമ്മമാണ് മുലയൂട്ടൽ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ജനിച്ചു വന്ന കുഞ്ഞിനെ ചുരുങ്ങിയത് 6 മാസക്കാലമെങ്കിലും മുലപ്പാൽ മാത്രം നൽകിക്കൊണ്ട് ആ കുഞ്ഞിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. മുമ്പൊക്കെ 2 വർഷക്കാലം മുലപ്പാൽ കൊടുക്കണമെന്നൊക്കെ പറയും. പക്ഷേ ഇന്ന് നമ്മൾ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ ജോലിക്ക് പോകാനും മറ്റാവശ്യങ്ങൾക്കുമായി കുഞ്ഞിനെ വളർത്താനുള്ള ഒരു സമയമില്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മൾ എല്ലാവരും തിരക്കാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ 6 മാസമെങ്കിലും
കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകിക്കൊണ്ട് ആ കുഞ്ഞിന് നല്ല ആരോഗ്യമുള്ള അല്ലെങ്കിൽ പ്രതിരോധ ശേഷി നൽകുന്ന ഒരു പ്രവർത്തനത്തിന് ആ ഒരു പ്രക്രിയ കൃത്യമായി നടത്തുന്നതിന് ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ MK പ്രസന്ന അധ്യക്ഷത വഹിച്ചു. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ B സന്തോഷ് മുലയൂട്ടൽ വാരാചരണ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ M മനു, അബ്ദുൽ ലത്തീഫ് മഠത്തിൽ, ഫായിസ് ബിരിച്ചേരി, K സുനിത, C നുരൈനി, ഡോക്ടർ KT രഞ്ജിത, സ്റ്റെല്ല ജോസഫ്, PV പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ നീളുന്ന വാരാചരണ ഭാഗമായി നടന്ന ബോധവൽക്കരണ ക്ലാസ് ഡോക്ടർ KV ചൈതന്യ ക്ലാസ് എടുത്തു. അമ്മമാർക്കായി നടത്തിയ ക്വിസ് മത്സരം PJ ജിൻസി നയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മണ്ഡലത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് താൻ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്കാണ് താൻ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു MLA. ആരോഗ്യ സുരക്ഷയ്ക്കായി ജില്ലയിലെ സർക്കാർ ആശുപത്രികളെയാണ് സാധാരണക്കാർ സമീപിക്കുന്നതെന്നും അവശ്യ മരുന്നും ഡോക്ടർമാരുമില്ലാത്ത സ്ഥിതിയാണ്. ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ നിരവധി ഡോക്ടർമാരുടെ തസ്തികകളിൽ ആളില്ല എന്നും 6 ഡോക്ടർമാർ വേണ്ട കാഷ്വാലിറ്റിയിൽ 1 ഡോക്ടർ മാത്രമാണുള്ളതെന്നും വിവിധ വിഭാഗങ്ങളിലും 20-ലേറെ ഡോക്ടർമാരുടെ കുറവുണ്ടെന്നും വിറ്റാമിൻ ഗുളികകൾ വരെ പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതില് നമ്മുടെ ഈ മണ്ഡലത്തിലെ അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലെ ഒരുപാട് ഒഴിവുകൾ നിലനിൽക്കുകയാണ്. അപ്പൊ ആ ഒഴിവുകൾ നികത്തുന്നതിനാവശ്യമായ ഒരു ഇടപെടൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇതിനകം തന്നെ ഗവൺമെന്റ് അത് ബന്ധപ്പെട്ട ആരോഗ്യ മന്ത്രിയും ആ നിലയിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. വലിയ പ്രശ്നമാണ്. ഇതിലൊരു രാഷ്ട്രീയമായ ഒരു ഇത് കാണേണ്ട കാര്യമില്ല. നമ്മുടെ ജില്ലയിൽ തന്നെ ഡോക്ടർമാരുടെ ഒരുപാട് ഒഴിവ് നിലനിൽക്കുന്നുണ്ട്. ജില്ലാ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ മാത്രം 6 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തിക നിലവിലുള്ളതിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. 5 പേരുടെ ഒഴിവ് നിലനിൽക്കുകയാണ്. അതുപോലെ 51 ഡോക്ടർമാർ വേണ്ടിയിടത്ത് 27 ഡോക്ടർമാരാണ് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ അതിൻ്റെതായ പരിമിതികളുണ്ട്. അതുപോലെ ഈ മണ്ഡലത്തിലെ കൂടുങ്കല്ല് ഈ മണ്ഡലത്തിലെ ഇതാണ് ചിലപ്പോൾ ഈ പ്രസ് ഫോറത്തിന്റെ ഒരു പരിധിയിൽ വരുന്ന വിഷയമാകണമെന്നില്ല. ഞാൻ പറഞ്ഞ ആ നിലയിൽ അതുപോലെ കാഞ്ഞങ്ങാട്ട് അമ്മയും കുഞ്ഞും ആസ്പത്രി ഉദ്ഘാടനം ചെയ്തുവെങ്കിലും അവിടെ ആവശ്യത്തിന് തസ്തികയും ഇതൊക്കെ അനുവദിച്ച് കിട്ടേണ്ടതുണ്ട്. അതെല്ലാം ലഭ്യമാക്കാനും ഈ അതുമായി ബന്ധപ്പെട്ട ചികിത്സാ സംവിധാനങ്ങളെല്ലാം ആ അമ്മയും കുഞ്ഞും ആസ്പത്രിയിലേക്ക് തന്നെ മാറ്റുന്നതിനാവശ്യമായ ഇടപെടൽ ആവശ്യമുണ്ട്. ആ നിലയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സംസാരവും ഇതൊക്കെ ഇതിനകം നടത്തിയിട്ടുണ്ട് എന്നാണ് ഒരു പ്രധാനമായും പറയാനുള്ളത്. പൂടങ്കല്ല് താലൂക്ക് ആശുപത്രിയിലും ഡോക്ടർമാരില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരത്തിലെ ട്രാഫിക് പ്രയാസങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും നഗരസഭാ ചെയർമാനുമായും ചർച്ച ചെയ്തിട്ടുണ്ടെന്നും കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് നടക്കുന്നതെന്നും പൈതൃക ഇടനാഴിയും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തുള്ളതാണ്, അതിന്റെ പൂർത്തീകരണവും ആഗ്രഹിക്കുന്നുണ്ടെന്നും മടിക്കയിലെ തിരുമുമ്പ് സ്മാരകം ഉദ്ഘാടനം കഴിഞ്ഞതല്ലാതെ മറ്റു പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നും മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ജില്ലാ കളക്ടറുമായി വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ഞംപുതി കുന്ന് ഉൾപ്പെടെ ടൂറിസം സാധ്യത ഏറെയുണ്ടെന്നും റാണിപുരവും കോട്ടഞ്ചേരി മലയുമൊക്കെ ഇനിയും വികസിക്കേണ്ടതുണ്ടെന്നും മഞ്ഞംപുതി ടൂറിസം പദ്ധതി നവംബറിൽ നാടിന് സമർപ്പിക്കുമെന്നുമാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് KS ഹരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ മാവുങ്കാൽ ടെമ്പോ യൂണിറ്റ് തൊഴിലാളി സംഗമം മാവുങ്കാൽ ഉദയ ക്ലബ് മീറ്റിംഗ് ഹാളിൽ നടന്നു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ വാഴക്കോട് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ മാവുങ്കാൽ ടെമ്പോ യൂണിറ്റ് തൊഴിലാളി സംഗമം മാവുങ്കാൽ ഉദയ ക്ലബ് മീറ്റിംഗ് ഹാളിൽ നടന്നു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ വാഴക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. കൃത്യമായി കുടുംബ ബന്ധങ്ങൾക്കിടയിൽ കൃത്യമായി
കൃത്യമായിട്ടുള്ള സംഭാഷണങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്, അവരുടെ കാര്യങ്ങൾ കൃത്യമായി പരസ്പരം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ രാവിലെ നമ്മുടെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, ഒരുപാട് ക്ഷീണിതനായിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ കുടുംബം നിലനിർത്തണമെങ്കിൽ ഭർത്താവ് മാത്രം ജോലിക്ക് പോയാൽ ഒരുപക്ഷെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. പണ്ട് കാലങ്ങളിലേക്ക് അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. ഒരു കുടുംബം നിലനിർത്തണമെങ്കിൽ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നു, വളരെ ക്ഷീണിതനായിട്ട് തിരിച്ചു വരുന്നു രണ്ടുപേരും. വീട്ടിലെ കുട്ടികളുണ്ട്, വലിയ അച്ഛനുണ്ട്, അമ്മയുണ്ട്, വലിയ കുടുംബമാണ്. യൂണിറ്റ് പ്രസിഡന്റ് രാജീവൻ മൂലക്കണ്ടം അധ്യക്ഷത വഹിച്ചു. BMS അജാനൂർ പഞ്ചായത്ത് ട്രഷറർ ഗിരീഷ് കാട്ടുകുളങ്ങര സംസാരിച്ചു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ് സമാരോപ പ്രഭാഷണം നടത്തി. പരിപാടിയിൽ വെച്ച് വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി പ്രകാശൻ പള്ളോട്ട് സ്വാഗതവും ട്രഷറർ അനീഷ് മധുരംപാടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. Adinal, Kanyangad. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangad. Phone 046722027070. 7 lines. Mansoor Hospital. Dedication, determination and dignity. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും. സാരികൾക്കായി വൻ ഓഫറുകൾ. ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ. കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ. സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ. കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരിട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. KSKTU അജാനൂർ സെക്കൻഡ് വില്ലേജ് സമ്മേളനം കുശവൻകുന്ന് റോട്ടറി ഹാളിൽ വെച്ച് നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. KSKTU അജാനൂർ സെക്കൻഡ് വില്ലേജ് സമ്മേളനം കുശവൻകുന്ന് റോട്ടറി ഹാളിലാണ് നടന്നത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേവലമായ ഇപ്പോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നമ്മൾ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയൻ എന്നാണ് ഇതിന്റെ പേര്. അഖിലേന്ത്യാ തലത്തിലുള്ള ആ സംഘടനക്ക് തന്നെ
ഇപ്പോൾ കേവലമായ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയൻ എന്നതിലുപരിയായി ഗ്രാമീണ തൊഴിലാളികളുടെ സംഘടന കൂടിയായി മാറുകയാണ്. ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾ എന്ന് പറയാൻ കാരണം വളരെ അസംഘടിതമായി പഴയ കേരളത്തിന്റെ ചരിത്രം എന്ന പോലെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇന്നും യാതൊരുവിധ തൊഴിലാളിയുടെ താല്പര്യവും സംരക്ഷിക്കാൻ പറ്റാത്ത നിലയിൽ കഷ്ടപ്പെടുന്ന തൊഴിലാളികളുണ്ട്. അത്തരത്തിലുള്ള ഗ്രാമീണ തൊഴിലാളികളെ കൂടി സംഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ആ ലക്ഷ്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ സംഘടനയുടെ മെമ്പർഷിപ്പിൽ തന്നെ 60% വരുന്നത് വനിതകളാണ്. വനിതകൾ എന്ന് പറയുന്നതും സമൂഹത്തിനകത്ത് ഏറെ ചൂഷണത്തിന് വിധേയമാകുന്ന ജനവിഭാഗമാണ്. പ്രസിഡന്റ് സതി പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ ബിജു കിഴക്കേ വെള്ളിക്കോത്ത് സ്വാഗതവും പ്രസിഡന്റ് സതി അധ്യക്ഷതയും വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കുഞ്ഞിക്കണ്ണൻ സംഘടനാ റിപ്പോർട്ടും വില്ലേജ് സെക്രട്ടറി MR ദിനേശൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി KV സുകുമാരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MV രാഘവൻ, P പത്മിനി, ലോക്കൽ സെക്രട്ടറി KV വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റായി സതിയെയും വൈസ് പ്രസിഡന്റുമാരായി NV കുമാരൻ, K മീന എന്നിവരെയും സെക്രട്ടറിയായി MR ദിനേശിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി KV കണ്ണൻ, സരസ B എന്നിവരെയും ഏരിയ സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാരമ്പര്യ തനിമയോടെ 5ാം വർഷവും കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിലെ ഔഷധക്കഞ്ഞി വിതരണം നടന്നു. കർക്കിടക മാസത്തിലുണ്ടാകുന്ന പകർച്ചവ്യാധികളും സാംക്രമിക രോഗങ്ങളെയും അകറ്റുന്നതിനും പ്രകൃതിദത്ത ഔഷധത്തിന്റെ പ്രാധാന്യം എല്ലാവരിലും എത്തിക്കുന്നതിന്റെയും ഭാഗമായാണ് കാഞ്ഞങ്ങാട് നിത്യാനന്ദാശ്രമം യുവ ബ്രിഗേഡ്, നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതിയുടെയും നാട്ടുവൈദ്യന്മാരുടെയും സഹകരണത്തോടെ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നത്. പാരമ്പര്യ തനിമയുടെ കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിൽ കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. നിത്യാനന്ദ ആശ്രമത്തിൽ ചെറുള, മുത്തൽ, മുക്കുറ്റി, പൊന്നാങ്കണ്ണി, കറുക, നിലപ്പന, വിഷ്ണുക്രാന്തി, ചെറുകടലാടി, ഉലുവ, ചതുപ്പ, അയമോദകം തുടങ്ങിയ വിവിധങ്ങളായ പച്ചമരുന്നുകൾ, അങ്ങാടി മരുന്നുകളും തേങ്ങയും തരക്കയരിയും നവരയും കക്കിൻകായയും ചേർന്നതും ആയിട്ടുള്ള ഔഷധക്കഞ്ഞിയും ചുവന്ന ചീരയും തെഴുതാമ, മുരിങ്ങ, പൊന്നാങ്കണ്ണി, കൊടന്തയും ചേമ്പിലയും ചേനയും ചേർന്ന 10 ഇലക്കറികളും മുത്തൽ ചമ്മന്തി, ചെമ്പരത്തി ചമ്മന്തി, ചെമ്പരത്തി സ്വാക്വാഷും തുടങ്ങി വ്യത്യസ്തമായ നാട്ടിലെ ഇലകൾ നാട്ടുവൈദ്യന്മാരും ആശ്രമം യുവ ബ്രിഗേഡ് പ്രവർത്തകരും നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി പ്രവർത്തകരും ഒത്തുചേർന്നൊരുക്കി. നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതിയും ബ്രിഗേഡും ചേർന്ന് 5 വർഷക്കാലമായി ഈ നിത്യാനന്ദ ആശ്രമത്തിന് നമ്മൾ കർക്കിടക കഞ്ഞി തയ്യാറാക്കി കൊടുക്കുന്നത് വളരെ പ്രധാനമായിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഈ ജനങ്ങൾ വളരെ ഇത് കഞ്ഞി കഴിക്കാൻ വേണ്ടി വളരെ നേരത്തെ തന്നെ ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട്. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഔഷധം വളരെ പ്രധാനമാണ്. കർക്കിടകത്തിലെ വാതപിത്ത കഫങ്ങളെയും രോഗപ്രതിരോധം ചെയ്യുന്നതിന് വേണ്ടി കർക്കിടക കഞ്ഞി വളരെ പ്രധാനമാണ്. അത് ഇന്നും മനുഷ്യ ശരീരത്തിലുണ്ടാകും ദശപുഷ്പങ്ങൾ, നവര അരികൾ, നവധാന്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് കഞ്ഞി തയ്യാറാക്കുന്നത്. 6 അരികളും അതുപോലെ അജാളി, ഉലുവ മുതലായ ഇനങ്ങൾ ചേർത്തുകൊണ്ട് കഞ്ഞി തയ്യാറാക്കി കൊടുക്കുന്നത്. നാട്ടിലെ പച്ചിലകൾ പരിചയപ്പെടുത്തലുമായി കാനായി നാരായണൻ വൈദ്യരുടെയും ചന്ദ്രമതി വൈദ്യരുടെയും തുടങ്ങി വിവിധങ്ങളായവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി പ്രാദേശിക കേന്ദ്രങ്ങളിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടത്തുന്ന വീട്ടുമുറ്റ സദസ്സിന് തുടക്കമായി. യുവ സാഹിത്യകാരൻ PV ഷാജികുമാർ എഴുതിയ ജാനകി ഉണ്ടാക്കിയ കഥകൾ സാഹിത്യകൃതിയുടെ പുസ്തക ചർച്ച നടന്നു. ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി പ്രാദേശിക കേന്ദ്രങ്ങളിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടത്തുന്ന വീട്ടുമുറ്റ സദസ്സിന് തുടക്കമായി. കുട്ടികളിലെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ വളർത്തുക, പ്രാദേശിക കേന്ദ്രങ്ങളുമായി തുടർച്ചയായ ബന്ധം ഉണ്ടാക്കുക, വായന വളർത്തുക, ലഹരിയുടെ ഉപയോഗം ഇല്ലാതാക്കുന്നത്, കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടിയാണ് വീട്ടുമുറ്റ സദസ്സ് നടത്തിയത്. വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഏറ്റെടുത്ത് മാസത്തിൽ 4 തവണയാണ് വീട്ടുമുറ്റ സദസ്സ് നടത്തുന്നത്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ,
സാംസ്കാരിക പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ വീട്ടുമുറ്റ സദസ്സിന്റെ ഭാഗമായി. അതിയാമ്പൂർ ബാലബോധിനി വായനശാലയുമായി സഹകരിച്ച് സ്കൂൾ PTA പ്രസിഡന്റും അതിയാമ്പൂർ സ്വദേശിയുമായ അഡ്വക്കേറ്റ് PN വിനോദ് കുമാറിന്റെ വീട്ടിൽ നടന്ന ആദ്യ വീട്ടുമുറ്റ സദസ്സിൽ യുവ സാഹിത്യകാരൻ PV ഷാജികുമാർ എഴുതിയ ജാനകിയുണ്ടാക്കിയ കഥകൾ സാഹിത്യകൃതിയുടെ പുസ്തക ചർച്ച നടന്നു. വിദ്യാരംഗം സാഹിത്യവേദി സംസ്ഥാനത്ത് ആദ്യമായി നടത്തുന്ന മാതൃകാ പദ്ധതി ഹോസ്ദുർഗ് VPC സനൽകുമാർ വെള്ളുവ ഉദ്ഘാടനം ചെയ്തു. ഇനിയും തുടർന്നും നമ്മൾ തുടരേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, രക്ഷിതാക്കളും ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ല മനുഷ്യരാവാനുള്ള, നല്ല ആശയധാരണയുള്ള, നമുക്ക് ഈ ലോകത്തെ മുഴുവൻ മാറ്റാൻ ശേഷിയുള്ള ഒരേ ഒരു ജീവിയെ ഈ ലോകത്തുള്ളൂ, അത് നമ്മൾ മാത്രമാണ്, മനുഷ്യർ മാത്രമാണ്. ഈ ലോകത്ത് എല്ലാത്തിനും മാറ്റങ്ങളുണ്ടാവും. ഇപ്പം നമുക്കറിയാം, ജീവജാലങ്ങൾക്ക്, ചെടികൾക്ക് അല്ലെങ്കിൽ കിളികൾക്കൊക്കെ പഴയ കൂട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എട്ടുകാലിക്ക് ഇപ്പോഴും പഴയ വല തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ചെതലിന് ഇപ്പോഴും പഴയ കൂട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ മനുഷ്യരുടെ വീടുകളോ, മനുഷ്യരുടെ സൗകര്യങ്ങളോ, മനുഷ്യരുടെ ചിന്തകളോ, മനുഷ്യരുടെ വസ്ത്രങ്ങളോ അതൊക്കെ എത്രയോ മാറിപ്പോയി. ഓരോ കാലത്തും മനുഷ്യന്റെ സാംസ്കാരികമായ ലോകം ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊറ്റ സാധനയെ മുമ്പിലുള്ളൂ, അത് വായനയാണ്, ചിന്തയാണ്. ചിന്തിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു ജീവി എന്ന നിലയിൽ ആ മനുഷ്യനെ ചിന്തിക്കാൻ പ്രാപ്തരാക്കുന്നത് അവൻ്റെ വായനയാണ്. ആ വായനയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ നല്ല വായനയിലൂടെ നല്ലൊരു സാംസ്കാരിക അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് നല്ല മനുഷ്യർ സൃഷ്ടിക്കാനുള്ള ഒരു തുടക്കമായി ഇത്തരം കൂട്ടായ്മകൾ മാറട്ടെ. അധ്യാപിക M രേണുക പുസ്തകത്തെ പരിചയപ്പെടുത്തി. PN വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. P അപ്പുക്കുട്ടൻ, AK ആൽബർട്ട്, C ശശിധരൻ, M കുഞ്ഞമ്പു നായർ, വിനോദ് പുറവുങ്കര, SA സുജന തുടങ്ങിയവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് KV സൈജു സ്വാഗതവും വിദ്യാരംഗം കോർഡിനേറ്റർ ബിഞ്ചുഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേക്കാൻ വൃന്ദാവൻ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ തുടർച്ചയായ 4ാം വർഷവും ഗുരുപൂജ മഹോത്സവവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ബാലഗോകുലത്തിലെ കുട്ടികൾ ദീപപ്രജ്വലനം നടത്തി കണ്ണന് മാല ചാർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. കേക്കാൻ വൃന്ദാവൻ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ തുടർച്ചയായ 4ാം വർഷവും ഗുരുപൂജ മഹോത്സവവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ബാലഗോകുലത്തിലെ കുട്ടികൾ ദീപപ്രജ്വലനം നടത്തി കണ്ണന് മാല ചാർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് പ്രാർത്ഥനാഗീതവും നാമജപാലനവും നടന്നു. ഗുരുപൂജയുടെ ഭാഗമായി വിരമിച്ച അധ്യാപിക ചന്ദ്രവതി ടീച്ചർക്ക് കുട്ടികളെല്ലാം ചേർന്ന് പാദത്തിൽ പുഷ്പമർപ്പിച്ച് ഗുരുപൂജ നടത്തി. അമ്മമാർ ചേർന്ന് മംഗളാരതിയും സമർപ്പിച്ചു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപനം നടത്തിയ ചന്ദ്രാവതി ടീച്ചർ കുട്ടികൾക്ക് തന്റെ അനുഭവകഥ ಪಂಗುವೆಚ್ಚ സംസാരിക്കുകയും ഗുരു സന്ദേശം പകർന്നു കൊടുക്കുകയും ചെയ്തു. ಗುರು ಪೂಜೆ ಎಂಬ ಪವಿತ್ರವಾದ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನನ್ನನ್ನು ಸನ್ಮಾನಿಸಿದ ಕಾರ್ಯಕರ್ತರಿಗೂ ಊರಿನವರಿಗೂ ಮೊದಲಾಗಿ ನಾನು ನನ್ನ ಧನ್ಯವಾದಗಳನ್ನು ಅರ್ಪಿಸುತ್ತೇನೆ. ನನ್ನ ಪ್ರೀತಿಯ ಬಾಲಗೋಕುಲದ ಮಕ್ಕಳು ನನ್ನ ಕಾಲನ್ನು ನೀರಿನಿಂದ ಪ್ರೋಕ್ಷಿಸಿದಾಗ ನನ್ನ ಮನಸ್ಸು ಮುಜುಗರಗೊಂಡಿತು. ಆದರೆ ಏನು ಮಾಡುವುದು, ಸನಾತನ ಧರ್ಮಕ್ಕೆ ನಾವು ಯಾವತ್ತೂ ತಲೆಬಾಗಲೇಬೇಕು, ನಾವು ಪಾಲಿಸಲೇಬೇಕಲ್ಲವೇ. ನನ್ನ ಹೃದಯ ತುಂಬ ಅಕ್ಕರೆಯ ಆಶೀರ್ವಾದಗಳನ್ನು ನಾನು ಈ ಗುರುಕುಲದ ಪುಟ್ಟ ಮಕ್ಕಳಿಗೆ സല്ലിಸುತ್ತೇನೆ. ചന്ദ്രാവതി ടീച്ചറെ ബാലഗോകുലം താലൂക്ക് അംഗങ്ങളായ പത്മനാഭൻ, മധു എന്നിവർ ചേർന്ന് പൊന്നാടയും ഉപഹാരവും നൽകി ആദരിക്കുന്ന ചടങ്ങും നടന്നു. ബാലഗോകുലം രക്ഷാധികാരി നിരീക്ഷണ രാജേഷ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ വെച്ച് ബാലഗോകുലത്തിലെ അംഗങ്ങളായ LSS, USS, SLC, +2 പരീക്ഷയിൽ ഉന്നത വിജയികളായ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങും നടന്നു. സുബ്രായ മാസ്റ്റർ, രേഷ്മ, രൂപേഷ്, സതീഷ് കാവടി, ജിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സുജാത മണി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മോനാച്ച PN പണിക്കർ സ്മാരക ഗ്രന്ഥവേദി ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. മോനാച്ച PN പണിക്കർ സ്മാരക ഗ്രന്ഥവേദി ആൻഡ് വായനശാല വിജയോത്സവം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിജയോത്സവം PN പണിക്കരെയൊക്കെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ചിലർ മരണത്തോടുകൂടി നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും.
പക്ഷേ ചില എത്ര മായ്ച്ചു കളയാൻ നോക്കിയാലും അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് എപ്പോഴും തോന്നും. അങ്ങനെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് PN പണിക്കർ എന്ന് പറയുന്ന മഹാ വ്യക്തിത്വം. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വായനശാലകൾ സംഘടിപ്പിച്ച് ഇപ്പോൾ നമ്മുടെ ജില്ലക്കകത്ത് തന്നെ 500-ലേറെ ഗ്രന്ഥാലയങ്ങളുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്താൽ ലക്ഷക്കണക്കിന് ഗ്രന്ഥാലയങ്ങൾ, വായനശാലകൾ. ആ വായനശാലകളാണ് നമുക്ക് വെളിച്ചം നൽകിയത്. കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികവുറ്റ ഒരു സംസ്ഥാനമാണ്. അങ്ങനെയുള്ള ഒരു ഉയർച്ചയിലേക്ക് നമുക്ക് വളർന്നു വരാൻ വേണ്ടി കഴിഞ്ഞത് കേരളത്തിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ നൽകിയ സംഭാവനകൾ തന്നെയാണ്. ഒരു ഇരുണ്ട കാലം നമുക്കുണ്ടായിരുന്നു. ആ ഇരുണ്ട കാലത്ത് നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മൾ നയിക്കാൻ അല്ലെങ്കിൽ നയിച്ചവരാണ് PN പണിക്കറിനെ പോലുള്ള മഹത് വ്യക്തിത്വം. PN പണിക്കർ സ്മാരക ഗ്രന്ഥവേദി പ്രസിഡന്റ് മുരളീധരൻ TV അധ്യക്ഷത വഹിച്ചു. PN പണിക്കർ സ്മാരക ഗ്രന്ഥവേദി സെക്രട്ടറി P ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭാ വാർഡ് കൗൺസിലർ രുക്മിണി K, ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം മുരളി AK എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. SLC, +2, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾ, വായനാ വെളിച്ചം പരിപാടി വിജയകരമായി സംഘടിപ്പിച്ച വായനാ വെളിച്ചം കൺവീനർ ശ്രീമ വിജേഷ്, വായനാ വെളിച്ചം പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച നന്ദന ലക്ഷ്മണൻ എന്നിവരെ അനുമോദിച്ചു. P ജയകുമാർ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉദുമ ഗ്രാമപഞ്ചായത്തിന് ഇനി പുതിയ പ്രസിഡന്റ്. തിങ്കളാഴ്ച നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ചന്ദ്രൻ 4-ാം വാതുക്കലാണ് പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ചന്ദ്രൻ 4-ാം വാതുക്കലിന് 12 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി LDF-ലെ PV രാജേന്ദ്രന് 11 വോട്ടുകളും ലഭിച്ചു. കാസർഗോഡ് ജില്ലയിൽ മഴ തുടരുന്നു. കനത്ത മഴയെ തുടർന്ന് മിക്ക പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. നീലേശ്വരം പുഴയും തേജസ്വിനി പുഴയും കരകവിഞ്ഞ് നീലേശ്വരം നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് LDF കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടന്ന പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രി അടക്കമുള്ള ആരോഗ്യരംഗത്തുള്ള മുഴുവൻ ഒഴിവുകളും അടിയന്തരമായി നികത്തണമെന്നും പ്രളയബാധിത പ്രദേശങ്ങളിലും ദുരന്ത മേഖലകളിലും പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും RSP കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ലോക്കൽ കമ്മിറ്റി രൂപീകരണ യോഗം ആവശ്യപ്പെട്ടു. മണ്ഡലത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് താൻ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA. കാഞ്ഞങ്ങാട് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിയാർ ബസാറിലെ ദേശീയപാതയിലെ പഴയ അടിപ്പാതയുടെ വീതി കൂട്ടി പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ അടിപ്പാത നിർമ്മിക്കണമെന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനം കേരള വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് S ദിനേശ് ഉദ്ഘാടനം ചെയ്തു. ഉത്തര മലബാർ തീയ ക്ഷേത്ര സംരക്ഷണ സമിതി കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചാര്യ സംഗമം നടന്നു. പുലിക്കുന്ന് ശ്രീ ഭഗവതി ഭവനിൽ സംഘടിപ്പിച്ച ആചാര്യ സംഗമം അടുക്ക ഭഗവതി ക്ഷേത്രം കാരണവർ കൃഷ്ണൻ കാരണവർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.